ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ മാറാൻ ഒരു ഖുർആനികമായ മരുന്നിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൻ്റെ സന്ധികളിൽ ഒരുപാട് ആളുകൾക്ക് വേദനകൾ ഉണ്ടാവാറുണ്ട്. കൈ, കാല്, മുട്ടുകൾക്കൊക്കെ പലപ്പോഴും വേദനകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വേദനകളാണ്, പ്രയാസങ്ങളാണ്. ഇങ്ങനെ പറയുന്ന ഒരുപാട് സഹോദരന്മാരെ, പ്രത്യേകിച്ച് പ്രായമായ ആളുകളൊക്കെ കാണാറുണ്ട്. അവർക്കൊരു ഖുർആനികമായ മരുന്നാണ് ഇന്ന് പറയുന്നത്. ഖുർആനിലെ ഒരു സൂറത്ത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രം വെള്ളമെടുക്കുക. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് എന്ന സൂറത്തെടുത്ത്, ആ സൂറത്ത് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ആ സൂറത്തെടുത്ത് ഒരു തവണ പാരായണം ചെയ്യുക. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. ഇങ്ങനെ 21 ദിവസം ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത്, ആ വെള്ളം പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ വെള്ളം കൊണ്ട് നിങ്ങൾ കുളിക്കുക. അപ്പോൾ ചെറിയ പാത്രമാകുമ്പോൾ അല്പം വലിയ പാത്രത്തിലേക്ക് വെള്ളം എടുത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് കുളിക്കുക. അല്ലെങ്കിൽ വലിയ പാത്രത്തിലെടുത്ത് ഇതുപോലെ ഊതുക. ഇങ്ങനെ ചെയ്ത് ആ വെള്ളം കൊണ്ട് നിങ്ങൾ കുളിക്കുക. ഇങ്ങനെ ഒരു 21 ദിവസം ചെയ്താൽ വേദനകൾ മാറാൻ ഇതൊരു പരിഹാര മാർഗമാണ്, ഒരു കാരണമാകും. ഇനി ഒരാൾക്ക് പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് സോഫാത്ത് ഓതാൻ അറിയില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല, അത്തരം ആളുകൾക്ക് ഞാൻ ചില ഇസ്മുകളെ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മുകൾ നിങ്ങൾ ചൊല്ലിയാൽ മതി. നോക്കൂ, സൂറത്ത് ആ ഇസ്മുകൾ ഇതാണ്: യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഗഫൂറു യാ അല്ലാഹ് ഒന്നാമത്തത്. രണ്ടാമത്തത് യാ ഷദീദു യാ അല്ലാഹ്, യാ ഷദീദു യാ അല്ലാഹ്. മൂന്നാമത്തത് യാ കരീമു യാ അല്ലാഹ്, യാ കരീമു യാ അല്ലാഹ്. നാലാമത്തത് യാ വനിയു യാ അല്ലാഹ്, യാ വനിയു യാ അല്ലാഹ്. മറ്റൊന്ന് യാ ലാഹിറു യാ അല്ലാഹ് എന്നുള്ളതാണ് അഞ്ചാമത്തത്, യാ ലാഹിറു യാ അല്ലാഹ്. മറ്റൊന്ന് യാ സ്വമദു യാ അല്ലാഹ്, സ്വാദാണ്, യാ സ്വമദു യാ അല്ലാഹ്. ഈ ഇസ്മുകൾ, അതേപോലെ തന്നെ അവസാനത്തത് യാ വലിയു യാ അല്ലാഹ്, യാ വലിയു യാ അല്ലാഹ്. ഈ ഇസ്മുകൾ നിങ്ങൾ പാരായണം ചെയ്യുക, ചൊല്ലുകയാണ് ചെയ്യേണ്ടത്. എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 171 വീതമാണ് ചൊല്ലേണ്ടത്. 171 വീതമാണ് ഓരോ ഇസ്മുകളും ചൊല്ലേണ്ടത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക, ഓരോന്നും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് അതുകൊണ്ട് കുളിക്കുക. ഇൻഷാ അല്ലാഹ് ഇതൊരു പരിഹാരമാർഗമാണ്. അള്ളാഹു നമ്മുടെ വേദനകളൊക്കെ മാറ്റിത്തരട്ടെ. വീണ്ടും കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.